കെ സുധാകരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടു. തത്സമയം. അല്ല, അത് മുഖ്യമന്ത്രിയാവണമെന്ന് അന്ന് പറഞ്ഞത് ആ സാഹചര്യം ഇപ്പോഴും ഉണ്ടാവും. അല്ല, ഉറച്ചു നിൽക്കാനൊന്നുമില്ല. ഞാൻ പൂയിലൊന്നുമല്ല ഉള്ളത്, മണ്ണിലൊന്നുമല്ല ഞാനുള്ളത്. അതില്ല, ഇനി അത് പറയാൻ കഴിയില്ല. ഇപ്പം പറയാൻ പറ്റില്ല. അതൊക്കെ പഴയ നിലപാടില്ല, എനിക്ക് എപ്പോഴും പുതിയ നിലപാടാണ്. കെ മുരളീധരനുമായി തിരുവനന്തപുരത്തെത്തി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കെ സുധാകരൻ. മുൻപ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്ന് താൻ പറഞ്ഞിരുന്നു. അതിൽ മാറ്റമില്ല, പക്ഷേ എപ്പോഴും ചിലപ്പോൾ പുതിയ നിലപാടുകളും ഉണ്ടാകാമെന്നാണ് ഇപ്പോൾ സുധാകരൻ പറഞ്ഞത്. പരസ്യമായി തന്നെ കെ സി വേണുഗോപാലിന് വേണ്ടി നിലപാടെടുത്ത രണ്ടുപേരാണ് കെ സുധാകരൻ. ഇപ്പോൾ വീണ്ടും അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. നൃപൻ, ഏതായാലും ഇന്നിപ്പോൾ സുധാകരൻ പറഞ്ഞതിൽ അല്പം മയപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് പൂഴിമണ്ണിൽ ഉറച്ചു നിൽക്കുകയല്ല, പല നിലപാടുണ്ടാകാം, പുതിയ നിലപാടുണ്ടാകാമെന്ന് പറഞ്ഞിരിക്കുന്നു സുധാകരൻ. എന്താണ് സുധാകരന്റെ മുരളീധരന്റെ നീക്കം? തീർച്ചയായും ഈ കൂടിക്കാഴ്ചയ്ക്ക് അത്യധികം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം ഇങ്ങനെ മുഖ്യമന്ത്രി ചർച്ച നടക്കുന്നു. നേരത്തെ കെ സി വേണുഗോപാലിന് അനുകൂലമായ നിലപാട് പരസ്യമായി പറഞ്ഞൊരു നേതാവാണ്, മുതിർന്ന നേതാവാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ദില്ലിയിലേക്ക് ഇന്ന് വൈകിട്ട് പോകുമെന്നാണ് സൂചന. അതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഭാഗമായി ആയിട്ട് തന്നെയാണ് കെ മുരളീധരനെ കണ്ടതെന്ന കാര്യം ഉറപ്പാണ്. അതിൽ നിലപാട് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് കെ സുധാകരൻ ഇപ്പോൾ വ്യക്തമാക്കിയത്. മുമ്പ് പലപ്പോഴും പരസ്യമായ നിലപാട് വ്യക്തമാക്കിയ നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാട് എപ്പോഴും ഒരുപോലെയല്ല, പുതിയ നിലപാടാണ് എന്നതാണ് ചോദ്യത്തിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞത്. അതെന്താണ് പുതിയ നിലപാട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമില്ല. ഒരു കാര്യം ഉറപ്പാണ്. പക്ഷേ നമുക്കറിയാം, ഈ കണ്ണൂരിലെ സീറ്റ് വെട്ടിയതിന് പിന്നിൽ വി ഡി സതീശനാണ്, സണ്ണി ജോസഫും ചേർന്നാണ് വെട്ടിയെന്നുള്ള ബോധ്യം കെ സുധാകരനുണ്ട്. ആ സാഹചര്യത്തിൽ സതീശനൊപ്പം ആയിരിക്കില്ല സുധാകരൻ. തീർച്ചയായും സതീശനൊപ്പം ഒരു കാരണവശാലും സതീശനൊപ്പം ആയിരിക്കില്ല. കാരണം കെ സുധാകരന്റെ നിലപാട് ഉറപ്പായും വി ഡി സതീശനെതിരാണ് എന്ന കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന് ശക്തമായ നിലപാട് വി ഡിക്കെതിരെയുള്ള നിലപാടുണ്ട്. കാരണം അത് എം പി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ നിയമസഭയിൽ മത്സരിപ്പിക്കരുത് എന്ന നിലപാട് അവസാന നിമിഷം വരെ ശക്തമായ നിലപാടെടുത്ത നേതാവാണ് വി ഡി സതീശൻ. അക്കാര്യത്തിൽ അപ്പോൾ തന്നെ വല്ലാത്ത അതിർത്തി വി ഡി സതീശൻ അക്കാര്യത്തിൽ അപ്പോൾ തന്നെ വല്ലാത്ത അതിർത്തി കെ സുധാകരനുണ്ട്. ആ അതിർത്തി പരസ്യമായും രഹസ്യമായും പല വേദികളിൽ കെ സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് രണ്ട് നേതാക്കളെ സംബന്ധിച്ച് കെ സുധാകരന് വല്ല എതിരഭിപ്രായമില്ല. സ്വാഭാവികമായും വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. കെ സി വേണുഗോപാലിനെ പോലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹം വരുന്നതിനെ സംബന്ധിച്ചുള്ള താല്പര്യമായിരിക്കും സ്വാഭാവികമായി കെ സുധാകരൻ ഉണ്ടാവുക. മുതിർന്ന കെ പി സി സി അധ്യക്ഷനും മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള കെ മുരളീധരനെ അദ്ദേഹം നേരിട്ട് വന്ന് കാണുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതിന്റെ ലക്ഷ്യം സ്വാഭാവികമായും മുഖ്യമന്ത്രി ചർച്ചയാണ് എന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയുണ്ട്. അതിൽ കെ സിക്ക് വേണ്ടിയായിരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി ആശയക്കുഴപ്പമുള്ളൂ. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നിലപാട് പരസ്യമായി തന്നെ പലതവണ പറഞ്ഞ നേതാവ് കൂടിയാണ് കെ സുധാകരൻ. അദ്ദേഹത്തിന്റെ നിലപാട് പരസ്യമായി തന്നെ പലതവണ പറഞ്ഞ നേതാവ് കൂടിയാണ് കെ സുധാകരൻ. അതുകൊണ്ട് കെ സുധാകരൻ വന്ന് കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് കെ സിക്ക് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ 80% നമുക്കത് ഉറപ്പിച്ച് പറയാനും കഴിയും. സിജു.